പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആരാണാത്ത യൂട്യൂബ് ചാനലുകളുടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ നമ്മളെ പൂർണ്ണമായും ദൈവകരങ്ങൾ വിട്ടുകൊടുക്കാം. എത്രയും നല്ല സ്നേഹിതനായ ദൈവത്തെക്കുറിച്ച്, ഭൂമി മുഴുവനെയും വാഴുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഓരോ സങ്കീർത്തനവും നമുക്കേറെ പ്രകാശം നൽകുന്നു. നമ്മളുടെ ജീവിതത്തിൽ കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കേണ്ടതും കർത്താവിനെ സ്തുതിക്കേണ്ടതും അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഓരോ സങ്കീർത്തനങ്ങൾ വായിച്ചും നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് തിരിച്ചറിയുവാൻ സങ്കീർത്തനം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തന ധ്യാനത്തിലൂടെ നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനകളുടെ, സ്തുതിഗീതങ്ങളുടെ ഒരു മാല തന്നെയാണെന്നതിൻ്റെ ആരംഭത്തിൽ ഞാൻ പിതാക്കന്മാർ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്തുതിഗീതങ്ങളെന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാൻ. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, യേശുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ വളരുവാൻ, യേശുവിൻ്റെ കൃപയിൽ ഞങ്ങൾ എപ്പോഴും ആയിരിക്കുവാൻ സഹായിക്കണമേ. പരിശുദ്ധമേ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. ഈ വചന ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ജീവിതം ഏറ്റവും ഇമ്പകരമായി തീരുവാൻ, ഏറ്റവും ആനന്ദകരമായി തീരുവാൻ, ഞങ്ങൾ ഭൂമിയിൽ സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ പ്രാർത്ഥനയാൽ, സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാലും ഞങ്ങൾക്ക് കൃപ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുവാൻ ഇടയാകട്ടെ. സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. പ്രിയമുള്ളവരെ, 114 സങ്കീർത്തനം അവർ ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമാകുന്നത് അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഉണ്ടായ അവരുടെ സന്തോഷത്തിൻ്റെ കാരണമാണ്. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യാക്കോബിൻ്റെ ഭവനം അന്യഭാഷ സംസാരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യൂദ അവിടുത്തെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവിടുത്തെ സാമ്രാജ്യവുമായി. അതുകണ്ട് കടൽ ഓടിയകുന്നു, ജോർദാൻ പിൻവാങ്ങി, പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകൾ ആട്ടിൻകുട്ടികളെപ്പോലെയും തുള്ളിച്ചാടി. സമുദ്രമേ, ഓടിയകലാൻ നിനക്ക് എന്തു പറ്റി? ജോർദാൻ, നീ എന്തിനു പിൻവാങ്ങുന്നു? പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകളെ നിങ്ങൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളുന്നത് എന്തിന് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനമാണത്. അവർ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങൾ അവർ ദൈവം നയിച്ച കാര്യങ്ങൾ ഓർക്കുക. ഇന്ന് നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഇന്ന് നമ്മുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ നയിച്ചതോർത്ത് നമ്മൾ ദൈവത്തിന് സ്തുതിക്കണം. അപ്പോൾ നമുക്കേറെ, ഏത് പ്രതിസന്ധികളിലും ഏറെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും. 117 സങ്കീർത്തനവും ഒരു സ്തുതിയുടെ സങ്കീർത്തനമാണ്. കർത്താവിനെ സ്തുതിക്കുവനെന്നാണ് ഹെഡിങ് എടുത്തിരിക്കുന്നത്. എന്താണ്? കർത്താവിനെ സ്തുതിക്കുവൻ, ജനതകളെ കർത്താവിനെ സ്തുതിക്കുവൻ, ജനപദങ്ങളെ അവിടുത്തെ വാഴ്ത്തുവൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 122 സങ്കീർത്തനത്തിലും നമ്മൾ അപ്രകാരമാണ് കാണുന്നത്. യെരുശലേമിന് നന്മ വരട്ടെ എന്നുള്ള ഒരാശംസയോടുകൂടിയാണ് ആ കീർത്തനങ്ങൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. 122 സങ്കീർത്തനം. കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കണ്ടോ? കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു. എന്താണ്? അത്രമാത്രം അനുഗ്രഹം കർത്താവിൻ്റെ ഭവനത്തിലുണ്ട്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാൻ അവിടെ സമാധാനമുണ്ട്, ശാന്തിയുണ്ട്.
ജെറുസലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. നമുക്കേറെ സമാധാനം തരുന്ന ഒരാലയമുണ്ട്. നമുക്ക് ചുറ്റും എത്രയോ ദേവാലയങ്ങളാണ്. കർത്താവിന് നമുക്കൊരു സങ്കടം വന്നാൽ, നമുക്കൊരു വേദന വന്നാൽ, ആരാധനയ്ക്കായി എത്രയോ ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ അവരവരുടെ അടുത്തുള്ള ദേവാലയങ്ങളിലും ദൂരെയുള്ള ദേവാലയങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് സമാധാനം കൊള്ളുന്നു. ഞങ്ങളുടെയൊക്കെ ദേവാലയങ്ങളിൽ ഒത്തിരി ആളുകൾ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കാൻ വരും. കുറേ നേരം പള്ളി അടച്ചിട്ടാലും രാത്രിയിലൊക്കെ ഭൂമുഖത്ത് വന്നിരുന്ന് അവരുടെ കണ്ണുനീരൊഴുക്കി അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കും. ഈ കൊച്ചു ദേവാലയത്തിൽ പോലും എത്രയോ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. കാരണം എന്താണ്? അവിടെ കർത്താവിൻ്റെ ദേവാലയത്തിലേക്ക് വന്നാൽ അവിടെ അനുഗ്രഹമുണ്ട് എന്ന് സന്തോഷത്തോടുകൂടി പറയാണ്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. പ്രിയമുള്ളവരുടെ രണ്ട് സന്തോഷം നമ്മുടെ ഉള്ളിൽ കാണാൻ നമുക്ക് കഴിയണം. ഒന്ന്, മാലാഖമാർ നമ്മുടെ മരണസമയത്ത് മാലാഖമാർ വന്നിട്ട്, ദൈവദൂതന്മാർ വന്നിട്ട് നമ്മളോട് പറയും, വാ നമുക്ക് പോകാം, കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ പോകാമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം വിശുദ്ധർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മുടെ മരണക്കിടക്കയിലൊക്കെ ദൂതന്മാർ വന്ന് നമ്മളെ സേവിക്കുകയും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നമ്മളുടെ കട്ടിലിന് ചുറ്റും ഇരിക്കുമെന്നൊക്കെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇന്ന് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകാം, ദേവാലയത്തിലേക്ക് ആരാധനയ്ക്ക് പോകാം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ പോകുന്നവർക്ക് മാത്രമേ മാലാഖ കൂട്ടിക്കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പോകാം സമയമായി എന്ന് പറയുമ്പോൾ സന്തോഷിക്കുവാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആരാധനയിൽ ദൈവത്തോട് ചേർന്ന് സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. 135 സങ്കീർത്തനം നമ്മൾ കർത്താവിനെ സ്തുതിക്കുവിൻ എന്നുള്ളതാണ്. മുഴുവൻ സങ്കീർത്തനങ്ങളും ഈ വായിച്ചു പോകുന്നതെല്ലാം കർത്താവിനെ സ്തുതിക്കുവാൻ കാരണം പറയുന്ന കാര്യങ്ങളാണ്. എല്ലാം പറഞ്ഞു പോരാൻ സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് നിങ്ങൾ വായിച്ച് ധ്യാനിച്ച് പോരണം. 135 സങ്കീർത്തനം, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ, അവിടുന്ന് കാരുണ്യവാനാണ്. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ. ഇന്ന് ഈ കാലഘട്ടത്തിലൊക്കെ പുറമേ ഭയങ്കര സ്തുതിപ്പ് നടന്നാലും കർത്താവിൻ്റെ ആലയത്തിൽ വേല ചെയ്യുന്നവർക്ക് സ്തുതിക്കാൻ പലപ്പോഴും മടിയാണ്. ചില ശുശ്രൂഷകർക്കൊക്കെ കർത്താവിനെ സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ എന്തിനാണ് ഈ ഒച്ചപ്പാടിൻ്റെ ആവശ്യമെന്നാണ് ചോദിക്കുന്നത് ചിലരൊക്കെ. നമുക്കൊരു പാരമ്പര്യമുണ്ട്, ഞാനിന്നവരെയും ഈ ഒച്ചപ്പാടൊന്നും കേട്ടിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. സത്യമായിരിക്കാം. പക്ഷേ ഈ സ്തുതിഗീതങ്ങളില്ലെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ നന്മ പ്രകീർത്തിക്കാൻ പറ്റും? ഇത്രയും സങ്കീർത്തനം കർത്താവിൻ്റെ നന്മ പ്രകീർത്തിക്കുവനെന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു ശുശ്രൂഷക്കാരന്, ഒരു പുരോഹിതന് മിണ്ടാതിരിക്കാൻ പറ്റും? അപ്പോൾ പറയും ആരാധനകളെല്ലാം സ്തുതിയും കൃതജ്ഞതയും ബലിയൊക്കെയാണെന്ന്. ശരിയാണ്. അധരം തുറന്ന് സ്തുതിക്കുന്നില്ലെങ്കിൽ, നാവ് ബന്ധനം വിട്ട് അഴിഞ്ഞ് സ്തുതിക്കുന്നില്ലെങ്കിൽ, ഹൃദയത്തിൽ നിന്ന് ആ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ എല്ലാം അധരവ്യായാമമായി മാറില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, 135 സങ്കീർത്തനം, കർത്താവിനെ സ്തുതിക്കുവാൻ അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ നാമം പ്രകീർത്തിക്കുവാൻ. ആര് പ്രകീർത്തിക്കണം? കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കും. ആ സ്ഥലത്തേക്ക് ഏറ്റി നിർത്തിയത്, ആ വിശുദ്ധ സ്ഥലത്ത് കയറി നിൽക്കുവാൻ ദൈവവിളി ഉണ്ടായതിന്, യോഗ്യതയുണ്ടായതിന് കർത്താവിനെ സ്തുതിക്കണമെന്ന് പറയുന്നു. 136 സങ്കീർത്തനം, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നന്ദി പറയുവിനെന്നാണ് പറയുന്നത്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ,
അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുമ്പോൾ അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് നമ്മളുടെ മനസ്സിലുണ്ടാകണം. കാരണം അവിടെ കാരുണ്യത്തിന് അളവില്ല, അതിരുകളുമില്ല. 146 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിലിപ്രകാരം നമുക്ക് കാണാൻ കഴിയും, കർത്താവ് മാത്രമാണ് രക്ഷകൻ. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത്. 146 സങ്കീർത്തനം, കർത്താവ് മാത്രമാണ് രക്ഷകൻ. എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എന്താ കാരണം? അവിടുന്ന് മാത്രമാണ് നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരാൾ. 145 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തും. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ്. 9 വാക്യം, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വ സൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവ് എല്ലാ സൃഷ്ടികളും അവിടുത്തെ കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. എല്ലാവരും അങ്ങയുടെ അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇതുകൊണ്ടാണ് സങ്കീർത്തന കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ടാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നമ്മളിൽ നിറവേറും. ഇന്നല്ലെങ്കിൽ നാളെ സത്യമായും അതെല്ലാം നിറവേറും. ആർക്കും അതിനെ തടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. 147 സങ്കീർത്തനം, കർത്താവ് എന്താ പറയുന്നത്, സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്. സർവശക്തനായ ദൈവം, സർവശക്തനായ ദൈവം. ഇങ്ങനെയാണ് പറയുന്നത്, പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. അവിടുന്ന് ഭൂമിക്കായി മഴയൊരുക്കുന്നു. അവിടുന്ന് മലകളിൽ പുല്ല് മുളപ്പിക്കുന്നു. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു. ഇങ്ങനെയുള്ളൊക്കെ കാരണങ്ങളുകൊണ്ട് സകലത്തെയും തീറ്റിപ്പോറ്റുന്ന, സകലത്തെയും പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നമ്മൾ സ്തുതിഗീതങ്ങൾ ആലപിക്കണം. ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 148 സങ്കീർത്തനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവിനെ സ്തുതിക്കുവിൻ, ആകാശത്ത് കർത്താവിനെ സ്തുതിക്കുവിൻ, ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. എന്താ കാരണം? ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ എന്നാണ്. ഇതൊക്കെ നമ്മൾ പാതിരാ പ്രാർത്ഥനയിലൊക്കെ സ്തുതിക്കുന്നതാണ്. സന്ധ്യാപ്രാർത്ഥന, പാതിരാ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, ഇതെല്ലാം ദൈവ സ്തുതിപ്പുകളാണ്. കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുകൊണ്ട് അവിടുന്ന് അതിൻ്റെ മീതെ വാഴുന്നതിനാൽ സൃഷ്ടികൾ കർത്താവിനെ സ്തുതിക്കണമെന്നാണ്. വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവുകളും ഭൂമിയിൽ രാജാക്കന്മാരും ജാതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികൾ, ഇതൊക്കെ നമ്മൾ രാത്രി പ്രാർത്ഥിക്കുന്നതാണ്. പിതാക്കന്മാർ എത്ര അനുഗ്രഹപ്രദമായിട്ടാണ് ഓരോ പ്രാർത്ഥനകളും ക്രമീകരിച്ചത്. പക്ഷേ നമ്മളിൽ പലരും, പ്രിയമുള്ളവരെ, പാതിരാ പ്രാർത്ഥനകളോ പ്രഭാത പ്രാർത്ഥനകളോ ഒന്നും നിർവഹിക്കുന്നില്ല. സന്ധ്യാപ്രാർത്ഥന തന്നെ കഷ്ടിച്ച് ഒപ്പിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഈ പ്രാർത്ഥനകളെല്ലാം സ്തുതിഗീതങ്ങളായി ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മളേറെ അനുഗ്രഹിക്കപ്പെടും.
9-ാമത്തെ സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ, വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഇസ്രായേലിന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ, സിഹ്യോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. എന്നാൽ കർത്താവ് ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു, വിജയഗീതം മുഴക്കി കർത്താവിനെ സ്തുതിക്കട്ടെ എന്നാണ്. വിജയഗീതം. കർത്താവ് ബലവാനാണ്. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിലുള്ളതാണ്. നമ്മൾ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതാണ്. രാജാക്കന്മാരെ ചങ്ങൽ കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പ് ചങ്ങല കൊണ്ടും ബന്ധിച്ചു എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ നമ്മൾ എത്രമാത്രം ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചിന്തിക്കണം. 150-ാമത്തെ സങ്കീർത്തനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവനെ സ്തുതിക്കുവാൻ, പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവാൻ, ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവാൻ, അവിടുത്തെ മഹിമ അതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവാൻ, കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവാൻ, വീണയും കിന്നരയും മീട്ടി അവിടുത്തെ സ്തുതിക്കുവാൻ. 6-ാമത്തെ വാക്യമാണ് 150-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം. സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കും. നമ്മൾ പാതിരാ പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയിൽ പ്രഭാത പ്രാർത്ഥനയിലൊക്കെ ചെല്ലുന്ന ഒരു സങ്കീർത്തനങ്ങളാണിതൊക്കെ. ഏറെ മനസ്സിലാക്കി, ഏറെ സ്നേഹത്തോടെ ഈ സ്തുതിഗീതങ്ങളൊക്കെ അർപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ സങ്കീർത്തന പ്രാർത്ഥനകളുടെ അല്ലെങ്കിൽ ആ ഒരു ക്രമങ്ങളുടെ സ്തുതിഗീതങ്ങളെന്ന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ വിലാപകീർത്തനങ്ങളാണ് അടുത്ത ദിവസം ധ്യാനിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന മഹാമാരികൾ, വരൾച്ച, യുദ്ധം, പരാജയം ഇങ്ങനെയൊക്കെ വരുമ്പോൾ വ്യക്തികൾ ചേർന്നോ ഒറ്റയ്ക്കൊക്കെ ആയിട്ട് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ഈ സങ്കടങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിക്കുവാൻ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന, സങ്കീർത്തനത്തെ ഭാഗിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് വിലാപകീർത്തനങ്ങൾ. നാളെ നമുക്ക് ആ ഭാഗത്ത് ചിന്തിക്കാം. സ്തുതിഗീതങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ 3 ഭാഗമായിട്ട് നമ്മൾ ചിന്തിച്ചു, 3 ദിവസമായിട്ട് ചിന്തിച്ചു. ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഓരോ സങ്കീർത്തനങ്ങളും ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഈ സങ്കീർത്തനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഓരോ അനുഭവങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങളുടെ വീഴ്ചയിലും ഞങ്ങളുടെ തകർച്ചകളിലും ഞങ്ങളുടെ ദുഃഖങ്ങളിലും വേദനകളിലും ഞങ്ങളെ എത്രമാത്രം സ്നേഹിച്ച് ഞങ്ങളെ കരയേറ്റി സ്വർഗത്തോളം ഉയർത്തിയല്ല ആ സ്നേഹത്തെ പ്രതി, ആ വലിയ കാരുണ്യത്തെ പ്രതി നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങൾ സങ്കീർത്തനം വായിക്കുമ്പോൾ ആത്മനിറവോടെ, പുതിയ ചിന്തകളോടെ, പുതിയ ധ്യാനങ്ങളോടെ ഓരോ സങ്കീർത്തനവും എൻ്റെ ജീവിതമാണ്, എൻ്റെ അനുഭവമാണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഇവിടെ നടക്കുന്ന ധ്യാനങ്ങളിലും പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾ പങ്കുചേരണം. എല്ലാ മാസത്തിലും താമസിച്ചുള്ള ധ്യാനം ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയോടുകൂടി ഏകദിന ധ്യാനയോഗമായി ഇവിടെ നടക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ആരോരുമില്ലാതെ തെരുവിലൂടെയൊക്കെ അലഞ്ഞടന്ന മാനസിക രോഗികളും ശാരീരിക ബലഹീനതയുള്ള രോഗികളൊക്കെയും ശുശ്രൂഷിച്ച് ഇവിടെ കഴിഞ്ഞ 30 വർഷത്തിലും മീതെയായി നടന്നു വരുന്നു. ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുടെ ഈ ഫോണിലൂടെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി
കൃത്യമായും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.